ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ള കാര്യം ഒരു ദേശ സിദ്ധാന്തമായിട്ട് കോൺഗ്രസ്സുകാർ കൊണ്ടു നടക്കുന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിലപാടെടുക്കാനുള്ള ഒരു വലിയ വിഷമമുണ്ട്. ഈ നിലപാടെടുക്കുക ഈ കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തുവന്നവരെ പോലും എന്താ എതിരെ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ് ആരെയാണെന്ന് ഈ കോൺഗ്രസ് പേടിക്കുന്നത്? ഒരു ഒരു പരിധിക്കപ്പുറം കൂടെ നിന്നിട്ട് കുതികാല് വെട്ടുക എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കാണ്. കാരണം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊപ്പം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ തള്ളി എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു ആർജവമെങ്കിലും കോൺഗ്രസ് കാണിക്കണം. അല്ലേ? നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കും, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പോവും. അങ്ങനെ ഒരു പ്രവർത്തക സമിതി അംഗം ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി നിൽക്കേണ്ട പാർട്ടി, അതായത് ഭരണപക്ഷത്തിന് വേണ്ടി ഒത്താശ പാടുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട് എന്ത് രാഷ്ട്രീയ പിന്നെ സന്ദേശമാണ് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇവരുടെ കൂടെ എങ്ങനെയാണ് ജനങ്ങൾ നിൽക്കുക? കോൺഗ്രസ്സിന് ഈ അധംപതനം എന്ന് പറയുന്നുണ്ട്. ഈ അധംപതനത്തിൻ്റെ അവസാന വാക്കാണ് ഇതൊക്കെ. കാരണം നിങ്ങളുടെ കൂടെ നിന്ന് ഒരാൾ നിങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് പറയാണ് ഞങ്ങൾ തള്ളി പറയുന്നില്ല, അവർ പറയുന്നത്രയും പറഞ്ഞോട്ടെ, എന്നിട്ട് അവർ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറയുമ്പോണ്ടല്ലോ, ഇത് അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ടെന്നേ. കാരണം ഈ ചോര നീരാക്കി ഈ കൊടിയും പിടിച്ചിട്ട് രാത്രിയും പകലും, ഇന്ന് നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ, രാത്രിക്കും പകലുമായിട്ട് ഈ വെയിലും കൊണ്ട് ഉറക്കം ഉളച്ച് വോട്ട് ചോദിച്ചു നടക്കുന്ന സാധാരണക്കാരില്ല. അവരെ നെഞ്ചത്ത് വെക്കുന്ന എന്താണ് പറയുക റീത്താണിത് ഓരോന്നെണ്ണം.